ഇത് തിരിഞ്ഞു നോക്കണ്ട. എന്താ? ഞാൻ കുഞ്ഞിനടുത്ത് പുറത്തു വരാം. നീ വേഗം കിടക്ക്. എന്നാ പിന്നെ നിങ്ങൾ കയറിക്കോട്ടോ, എല്ലാം സെറ്റാണ്. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഈ നാട്ടിലെ ആരെയും പരിചയമില്ല. അപ്പൊ കിഷോറാണ് നിങ്ങളുടെ നമ്പർ തന്ന്. അല്ലെങ്കിൽ പെട്ടുപോയാനെ. അല്ല, എറണാകുളത്തുള്ള നിങ്ങൾ എങ്ങനെയാ ഈ സമയത്ത് ഇവിടെ എത്തിയത്? ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ഒരു പരിപാടിക്ക് വന്നായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പോകുമ്പോഴേ അച്ഛൻ്റെ ഒരു തറവാടുണ്ട് മലമ്പുഴ കാവ്യയിലെ. വലിയൊരു കൂട്ടുകുടുംബം താമസിച്ച തറവാടാ. അപ്പൊ ആരും ഇല്ല, പക്ഷെ ആ തറവാട് അങ്ങനെ തന്നെയുണ്ട്. ഇപ്പൊ ഇവർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം, പക്ഷെ ആരും പോയിട്ടില്ലേ. അപ്പൊ അത് കാണണമെന്നൊരു പറഞ്ഞപ്പോ നേരെ വെച്ച് വിളിച്ച ഒരു 120 കിലോമീറ്റർ മറ്റേ. അങ്ങനെ അവിടെ പോയി ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴേക്കും സമയം ഒരുപാടായി. അപ്പൊ ഇനിയിപ്പോ അന്ന് ഒരാൾ പറഞ്ഞപ്പോ ഇനി 10-50 കിലോമീറ്റർ പോകണം ടൗണിൽ പോയി റൂം എടുക്കുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. പിന്നെ ഇവരെയും വെച്ച് ഡ്രൈവ് ചെയ്യാൻ കുഞ്ഞാ പോയി നോക്ക്. അവരെയും വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കിഷോറെ, അവൻ ഒരു ട്രാവലറാണ്. പിന്നെ ഇവരൊക്കെ പരിചയം ഉണ്ടാവില്ല എന്നിട്ട് വിളിച്ചു നോക്കിയതാ. അങ്ങനെയാണ് നിങ്ങളുടെ നമ്പർ എന്ത്. അല്ല, അവനായിട്ട് എങ്ങനെയാ പരിചയം? ഞാനും അവനെ പോലെ ഒരു ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഒരു സോളോ ട്രിപ്പിന്റെ ഇടയിൽ വെച്ചിട്ടാണ് കിഷോറിനെ പരിചയപ്പെടുന്നത് തന്നെ. കുറച്ചു മുന്നേ വിളിച്ചതായിരുന്നു, ഒരു കൂട്ടർ വരുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു റൂം സെറ്റ് ആക്കുമെന്ന്. അപ്പൊ അങ്ങനെ തപ്പിപ്പിടിച്ച് കിട്ടിയതാ. അത് ശരി. അല്ല, എന്നാലും ഈ കാട്ടിന് നടുവിലേ, അതാണെങ്കിൽ അടുത്താണ് വേറൊരു വീടുമില്ല. ഇത് ആരിന്റെ സംഭവം? ഇത് നമ്മുടെ കമ്പനിക്കാരന്റെ അച്ഛന്റെ പ്രോപ്പർട്ടിയാണ്. മൂപ്പർക്കാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ കുറെ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് നോക്കാൻ വേണ്ടി വരുമ്പോ താമസിക്കാൻ ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് കിട്ടിയതാണ്. ഇതൊക്കെ 10-20 വർഷം മുന്നാണ് കേട്ടോ. ഈയിടെയായിട്ടാണ് ആളുടെ അച്ഛൻ മരിച്ചത്. ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. മൂപ്പറിന്റെ മക്കളൊക്കെ വിദേശത്താണേ. അപ്പൊ അവർക്കൊരു ഐഡിയ, ഇതൊരു ഹോം സ്റ്റേ ആക്കാന്ന്. ഒന്നാമത് കാട്ടിന് നടുവിലുള്ള ഒരു ഒറ്റപ്പെട്ട വീടാണല്ലോ, അപ്പൊ ആൾക്കാരൊക്കെ തേടി പിടിച്ച് വരുമല്ലോ. അപ്പൊ അങ്ങനെ ഈയിടെയാണ് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റപ്പ് ആക്കി എടുത്തത്. ഒരു 10-20 വർഷത്തിന് ശേഷം ഈ ഒരു വീട്ടിൽ ആൾ താമസം ആകാൻ പോവാണ്. അത് നിങ്ങളാണ്. എന്തായാലും കൊള്ളാം. അല്ല, നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ? അയ്യോ അല്ല, ഇവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ പോകണം. 10 മണിയായ. എന്നാ പിന്നെ ഞാൻ മെല്ലെ ഒന്ന് ഇറങ്ങട്ടെ. ഇവിടെ രാത്രി യാത്ര അത്ര സേഫ് അല്ല. എന്താ ആന ഇറങ്ങുന്ന സ്ഥലമാണോ? കാടല്ലേ ചേച്ചി, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും പറ്റിയാൽ തന്നെ ആരും ഇല്ലാത്ത സ്ഥലമല്ലേ. ആ പിന്നെ ഈ അടുത്തെങ്ങാനും ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴയ കെറ്റിലും ഉണ്ട്, അത്യാവശ്യം വെള്ളം ചൂടാക്കി കുടിക്കാലോ. എന്നാ പിന്നെ ശരി കേട്ടോ, യാത്രയില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ച നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ ഇവിടെ റേഞ്ചൊന്നും കാണത്തില്ല, കുറച്ചപ്പുറം പോകണം. സൂക്ഷിക്കണേ, കൊടും കാടാണ്. എന്താ അവനിങ്ങനെയൊക്കെ പേടിപ്പിച്ചിട്ട് പോകുന്നത്? അത് കാര്യമൊക്കെ ഇടും. ഒന്നാമതോടെ കൊടും കാടല്ലേ, അപ്പം നമ്മളൊന്ന് സേഫ് ആയിരിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. എന്നാലും ഇവിടെ വേണ്ടായിരുന്നു കേട്ടാ. 60 കിലോമീറ്ററിലുള്ളൂ. വേറെ എന്തെങ്കിലും ഹോട്ടൽ നോക്കായിരുന്നു. എടാ, ഒന്നാമത് അത്രയും തലവേദനയാണ്. പിന്നെ നിന്നെയും കുഞ്ഞിനെ വെച്ചിട്ട് ഇത്ര ദൂരം ഡ്രൈവ് ചെയ്യേണ്ട പറഞ്ഞിട്ടാ. ഒന്നാമത് ഇവിടുത്തെ റോഡ് ഞാൻ കണ്ടില്ലേ, 10-30 കിലോമീറ്റർ കാടാണ്. അപ്പം ചെറിയ വഴിയാണ്. അത് ഓടിയെത്തുമ്പോഴേക്കും ഒരു 3-4 മണിക്കൂർ കഴിയും. തറവാട്ടിൽ പോയി ഇത്ര നേരം നിൽക്കണ്ടായിരുന്നു. എങ്ങനെ സമയം പോയെന്ന് അറിയാൻ. സാറിലൂടെ 10 മണിയായില്ലേ, നമുക്കൊരു 6 മണിയാകുമ്പോഴേക്ക് ഇവിടെ വിടാം. ഒന്ന് ഉറങ്ങേണ്ട താമസമല്ലോ. ഏട്ടാ, എനിക്കെന്തോ ഇവിടെ നല്ല പേടി തോന്നുന്നുണ്ട്. 30 കിലോമീറ്ററല്ലേ കാട്, അത് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡായിരിക്കില്ലേ? ഞാൻ ഡ്രൈവ് ചെയ്തോളാം.
നമുക്കിപ്പോ തന്നെ ഒന്ന് പോയാലോ? എടാ രാവിലെ തന്നെ ആരും ഇല്ലാത്ത റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പേടിയുള്ള താനാണോ ഇത്ര ഈ കാട്ടിലോട്ട് ഡ്രൈവ് ചെയ്യുന്നത്? എടോ ഇടുങ്ങിയ റോഡാണ്, ഒന്നാമത് നെറ്റ് പോലും ഇല്ല, പിന്നെ ഇങ്ങനെ നമ്മൾ മേപ്പിടാനാ? ഇനിയിപ്പോൾ ആരും വഴി ചോദിക്കാനുണ്ടായില്ലല്ലോ, വഴിതെറ്റി ഉൾക്കാട്ടിലേക്ക് പോയണ്ടല്ലോ, അതിലും ഡേഞ്ചറാ. അവൻ പറഞ്ഞത് കേട്ടില്ലേ രാത്രി യാത്ര അവിടെ സേഫ് അല്ലാന്ന്? എടോ താനിങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഒരു വൈബാക്കി എടുത്താൽ പോരെ. ഇതൊരു കാര്യം ചെയ്യും, നല്ല തൊണ്ട വരണ്ട്, കെറ്റിലുണ്ട് പറയല്ലേ, കുറച്ച് വെള്ളം ചൂടാക്കി തരും. ഇവക്കത് എന്ത് പേടിയത്. കുഞ്ഞൂസേ, നീ എന്താ അവിടുത്തെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ഓ ബെഡിലുണ്ട് സമാധാനം, ഭയങ്കര ഒന്ന് കിടക്കണം. പഴയ വെള്ളമായിരിക്കും ടാങ്കില്. ഏട്ടാ എന്താ? വെള്ളം എടുക്കാൻ പോയപ്പോ ബാഗിൽ എന്തൊരു നിഴല് വന്ന പോലെ. എടോ തൻ്റെ നിഴലിനായിരിക്കും, താനിങ്ങനെ പേടിക്കല്ലടോ. ഇന്ന് വെള്ളം ചൂടേക്ക് കൊണ്ടുപോവാ. ഈ സമയത്ത് ഹലോ, നീയാ? നീ പോയില്ലേ? അയ്യോ, എന്നിട്ട് ഇപ്പൊ എവിടെയല്ലേ? എടാ ഞാൻ അങ്ങോട്ട് എങ്ങനെ വരാൻ, എനിക്ക് ഇവിടെ കഴിയുന്നു. ആ ഞാനാ. സന്ധ്യ, എന്താ? നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടാക്കില്ലേ, എൻ്റെ പേര് ചോദിക്കാനുണ്ട്. ആ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരാളിനെ കണ്ട് പേടിച്ചിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുക. അപ്പം അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കാറെടുത്ത് പോകുന്ന ചോദിക്കുന്നു. അല്ലേട്ടാ, ഈ കൊടുങ്കാട്ടില് എവിടെ കൊണ്ട് പോവാനാ? ഏട്ടന് വഴി അറിയോ? ഈ റോഡിൽ നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കിയിട്ട് വരാം, നീ മുന്നോട്ട് ഇരുന്ന കേട്ടോ. എന്തേട്ടാ, ഇവിടെ ഞാനും കുഞ്ഞും ഒറ്റയ്ക്ക് ഇരിക്കാനോ? പേടിക്കാനൊന്നുമില്ല, ഈ കാട്ടിലേക്ക് നിന്നെയും കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ സേഫ് അല്ലടാ. നമുക്ക് വേണ്ടില്ല അവനവിടെ ഇത്ര നേരം വൈകിയത്. അപ്പം ഏതോ കാട്ടിനോട്ട് ഒറ്റയ്ക്ക് നിൽക്കുക. ഞാൻ വേഗം വരാം. ഏട്ടാ, ഏട്ടാ നിക്ക്. എന്താടാ? ഞാൻ വേഗം പോയിട്ട് വരാം. അല്ലേട്ടാ, അവൻ തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ തീരെ റേഞ്ച് ഇല്ല എന്നുള്ളത്. പിന്നെ ഏട്ടൻ്റെ ഫോണിൽ എങ്ങനെ കോൾ വന്നത്? ഒറ്റ റേഞ്ച് കാണിക്കുന്നില്ലല്ലോ. അവൻ്റെ ഫോൺ വന്നേ. ഏട്ടാ, കിഷോർ വിളിച്ചപ്പോഴേ ഏതൊരു ഏട്ടൻ വരുന്നല്ലേ പറഞ്ഞത്. അവന് 10-30 വയസ്സായി. അപ്പം എന്തായാലും അവനെക്കാളും വലിയ ആളായിരിക്കില്ലേ. ഇതിപ്പം നമ്മളിവിടെ ആക്കിയത് 10-25 വയസ്സുള്ളൊരു ചെക്കനായിരുന്നില്ലേ.
കിഷോറിന് മാറിപ്പോയതാണെങ്കിലോ? എന്നാലും കിഷോർ പറഞ്ഞിട്ട് ഇവൻ നമ്മുടെ അടുത്തേക്ക് വന്നത്. ഇവന് കിഷോറിനെ എങ്ങനെ അറിയണം? ഫോൺ ചെയ്യണവരെയും നമ്മളവിടെയൊന്ന് കിഷോറിന് അറിയില്ലല്ലോ. അവൻ ഫോൺ കട്ട് ചെയ്തതും 5 മിനിറ്റിനുള്ളിൽ കിഷോർ പറഞ്ഞതാണ് കണ്ടില്ലേ ആ പയ്യൻ നമ്മുടെ അടുത്ത് വന്നത്. അവൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവൻ്റെ വീട് ഇവിടുന്ന് 10-20 കിലോമീറ്റർ അപ്പുറയാന്ന്. കിഷോർ നമുക്കൊരു നമ്പറും തന്നിട്ടില്ല. ആരും അങ്ങോട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇവനാണെങ്കിൽ നമ്മൾ ഈ ഉൾക്കാട്ടിലേക്കല്ലേ കൊണ്ടുവന്നത്. എനിക്കെന്തോ നമ്മളൊരു ട്രാപ്പിൽ പെട്ടെന്നാണ് തോന്നുന്നത്. ഇത് തിരിഞ്ഞു നോക്കണ്ട. എന്താ എന്താണ്? ഞാൻ കുഞ്ഞിനടുത്ത് പുറത്തു വരാം. വേഗം കിടക്ക്. നമ്മൾ എങ്ങോട്ട് പോന്നു? ആരെങ്കിലും ഉണ്ടാ നോക്കാം. അപ്പൊ നമ്മുടെ കാറോ? അതൊക്കെ രാവിലെ എടുക്കാം. അവിടെ ലൈറ്റ് കാണുന്നുണ്ട്. അച്ഛാ, അമ്മ, എനിക്ക് പേടിയാവുന്നു.